നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. ദേവിയെ വിശേഷിപ്പിക്കുന്ന അനേകം നാമങ്ങളിലൊന്നാണ് ലാസ്യപ്രിയ എന്നത്. ലാസ്യത്തിൽ പ്രിയമുള്ളവളാണ് സാക്ഷാൽ ദേവി. ശിവതാണ്ഡവും ദേവി ലാസ്യവും വെറും കവി കൽപ്പനയിൽ ഒതുക്കി നിർത്താവുന്നതല്ല. ആധുനിക ശാസ്ത്രം പ്രപഞ്ചത്തിൽ അനുസ്യൂതം നടത്തുന്ന മോളിക്യൂൾസിൻ്റെ ഊർജ താണ്ഡവത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭാരതീയ ഋഷിമാരുടെ ദർശനങ്ങളെ ശാസ്ത്രലോകത്തിൻ്റെ അപഗ്രഥനങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടോ ഈ സത്യം അംഗീകരിക്കാൻ നമ്മളിൽ പലർക്കും വൈമനസ്യമാണ്. തികച്ചും ഭൗതികാധിഷ്ഠിതവും ആത്മാവില്ലാത്തതുമായ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായികയാണത്. സ്വന്തം സംസ്കാരം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമ്മുടെ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങൾ ശാസ്ത്രനിഷ്ഠവും സനാതനവുമാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. ഇനി രാമായണ ദർശനം. തന്നെ നമസ്കരിച്ച ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഭരതൻ ഗാഠമായി ആലിംഗനം ചെയ്യുന്നു. വനവാസിയെന്നും രാജാവെന്നും ഭേദചിന്തയില്ലാത്ത സംസ്കൃതിയാണ് ഭാരതത്തിൻ്റേത് എന്ന് വ്യക്തമാക്കുന്ന സന്ദർഭമാണ് ഇത്. ഇത്തരം സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വർണ്ണങ്ങളുടെ പേരിൽ ഭാരതീയ സംസ്കാരത്തെ തരം താഴ്ത്തി കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്നും നടക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കുന്നത്. ഭരതനും സൈന്യവും ഗംഗാതീരത്ത് ശൃംഗിവേരപുരത്തിലെത്തിയപ്പോൾ എന്താണ് ഭരതൻ്റെ ഉള്ളിലിരിപ്പെന്നറിയാൻ ഗുഹൻ സ്വയം ഭരതനരികിലേക്ക് വരികയാണ്. അതോടൊപ്പം ശക്തമായി സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു നദിയിൽ. ഭരതനരികെ വന്നപ്പോൾ ജടാവൽക്കലങ്ങളെ ധരിച്ച താപസവേഷത്തിലുള്ള ഭരതനെയാണ് കണ്ടത്. ഞാൻ ഗുഹനാണെന്ന് പറഞ്ഞ് ഭരതനെ നമസ്കരിച്ചു. ആ സമയത്ത് ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. തന്നെ നമസ്കരിച്ച ഗുഹനെ
പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്യുകയാണ് ഭരതൻ. ഗാഢമായി കെട്ടിപ്പിടിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ശ്രീരാമനും ഗുഹനും തമ്മിലുണ്ടായ സമാഗമ സന്ദർഭത്തിൽ അവിടെ അത്യന്തമായ സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്യുന്ന രാമനെയും ഗുഹനെയുമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഇതാ അതേ കാഴ്ചയാണ് കാണുന്നത്. പരസ്പര ആലിംഗനം ചെയ്യുന്ന ഭരതനും ഗുഹനും. ഇതാണ് നമ്മുടെ സംസ്കൃതി. ഇതാണ് നമ്മുടെ സംസ്കൃതി. ഇതിനെ വികലമായി അവതരിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര പരിശ്രമങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. സവർണരാണ് ഒരു വിഭാഗം, അവർണരാണ് മറുവിഭാഗം. അവർക്ക് ഇത്ര സമീപത്തേക്ക് പ്രവേശമില്ല, അവർ സ്പർശിക്കപ്പെടില്ല, അവരുടെ നിഴല് തൊട്ടാൽ പോലും അശുദ്ധമാണ്. ഇതാണ് ഭാരതീയ സംസ്കൃതി. ഇത് പ്രചരിപ്പിക്കാൻ എത്ര പെടാപ്പെടാപ്പെടുന്നത്. തീർച്ചയായിട്ടും അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ എപ്രകാരമാണോ വികസിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണികൾ തുടങ്ങിയ പരാതസസ്യങ്ങൾ ധാരാളം വന്ന് നിവസിക്കുന്നത്, എപ്രകാരമാണോ വളർന്നു വലുതായൊരു ശരീരത്തിൽ അർബുദം തുടങ്ങിയ രോഗബാധകൾ വന്ന് താമസിക്കുന്നത്, വികസിക്കുന്നത്, അതേപോലെ നമ്മുടെ സമാജ ശരീരത്തിലും ധർമ്മവ്യവസ്ഥയിലും ഒരുപാട് ദോഷങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. ശാസ്ത്രബോധം വേണ്ടത്ര പ്രചരിതമല്ലാത്ത അഥവാ അല്ലാതായിത്തീർന്ന ഒരു മധ്യകാലഘട്ടത്തിൽ ഒട്ടനവധി അനാചാരങ്ങളും ദുരാചാരങ്ങളും അസ്പൃശ്യതാദി ദോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള സ്ഥിതികൾ, തമ്മിലുണ്ണാത്തവർ, ഇങ്ങനെ അനേക ജാതി കോമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇല്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് പറയുന്ന സമയത്ത് രണ്ട് വിഷയങ്ങളാണ് ശ്രദ്ധേയം. ഒന്നാമത്തെ വിഷയം, അത്തരം ഹീനതകൾ നമ്മൾ പ്രാചീന ശാസ്ത്രങ്ങളിൽ കാണുന്നില്ല. വേദത്തിൽ ഒരിടത്ത് പോലും അത്തരം ഹീനതകളെ നമ്മൾ കാണുന്നില്ല. ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും വരുമ്പോഴത്തേക്ക് ചില ജാതിഭേദ പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിദ്വാൻമാരുടെ വ്യവഹാരത്തിൽ നാം കാണുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് വനവാസിയെ കെട്ടിപ്പിടിക്കുന്ന രാജാവിനെയാണ്. ഗുഹനെ ആലിംഗനം ചെയ്യുന്ന രാമനെയാണ്, ഗുഹനെ ആലിംഗനം ചെയ്യുന്ന ഭരതനെയാണ്. ഈ ചിത്രം മായ്ക്കാൻ സാധ്യമല്ല, ഇതിനെ മറയ്ക്കാൻ സാധ്യമല്ല. ഇതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം ശ്രദ്ധേയമായിട്ടുള്ളത്, ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് വന്നു ചേർന്ന ഇത്തരം ഹീനതകളെ നമ്മുടെ സമാജ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണ്? ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിശ്ചയമായും നമ്മൾക്ക് നേടാൻ കഴിയുന്ന ഉത്തരം ശാസ്ത്രബോധമുള്ള വേദജ്ഞന്മാരായ പണ്ഡിതന്മാരായ ആചാര്യന്മാരാണ്. അത്തരം ആചാര്യവര്യന്മാരുടെ പരിശ്രമം കൊണ്ടാണ് സാമാജികമായ ഹീനതകൾ ഒന്നൊന്നായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അത് ഭാരതത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതത് പ്രദേശത്ത് പ്രകാശഗോപുരങ്ങളായി നിലനിന്ന അനേക ദിവ്യവിഭൂതികൾ, നവോത്ഥാന നായകന്മാർ, ആചാര്യവര്യന്മാർ, അവർ വേദജ്ഞന്മാരായിരുന്നു. വേദജ്ഞന്മാരെന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങളെ അതേപടി ചൊല്ലാൻ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ വേദ താൽപ്പര്യത്തെ സാക്ഷാത്കരിച്ചവരും സനാതനധർമ്മ പ്രചാരകരുമായിരുന്നു. അങ്ങനെയുള്ള ആചാര്യന്മാർ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടാണ്
ഇടക്കാലത്തുണ്ടായ സാമാജികങ്ങളായ ഹീനതകളെ ഇല്ലാതാക്കിയത്. കേരളത്തെ സംബന്ധിച്ച് നോക്കൂ, സുവ്യക്തമായി നമ്മൾ കാണുന്നില്ലേ? അയ്യാസ്വാമികൾ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, ശ്രീരാമകൃഷ്ണദേവ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോരുന്ന സമയത്ത് പലരെയും നമ്മൾ പറയാൻ വിട്ടുപോകും. കാരണം അത്ര വലിയ ഒരു നവോത്ഥാന നായകന്മാരുടെ പരമ്പര നമുക്കുണ്ട്. മന്നത്ത് പത്മനാഭൻ, അങ്ങനെ പോരും. പലരും വിട്ടുപോകും പറയുമ്പോൾ. പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരെല്ലാം സനാതനധർമ്മ ജ്ഞാനികളും വ്യവസ്ഥാപകന്മാരുമായിരുന്നു, ആചാര്യന്മാരായിരുന്നു. ഇത് പലപ്പോഴും മറച്ചു വെച്ച് ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിക്കപ്പെടുകയാണ് വിശിഷ്യ കേരളത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ, ഗുഹനെ ആലിംഗനം ചെയ്യുന്ന രാമൻ്റെയും ഭരതൻ്റെയും ചിത്രം സമൂഹ മനസ്സിൽ നല്ലതുപോലെ പതിയട്ടെ, അതിന് പരിശ്രമിക്കുക എന്ന് സാന്ദർഭികമായി പറയുകയാണ്. വൻമരത്തിൽ ഇത്തിൽ കണ്ണികൾ എന്ന പോലെ, ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗങ്ങൾ എന്ന പോലെ, ഭാരതത്തിൻ്റെ സാമൂഹിക ജീവിത ക്രമങ്ങളിലും അനാചാരങ്ങളും തൊട്ടുകൂടായ്മകളും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. ശരിയായ ആധ്യാത്മിക ബോധമില്ലാതെ സമൂഹം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം അരുതായികകൾ വന്നു ചേരുന്നത്. എന്നാൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശത്തും പ്രകാശ ഗോപുരം പോലെ ജനിച്ച ആചാര്യന്മാർ സനാതനധർമ്മത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി തരികയായിരുന്നു നമുക്ക് സ്വാമി ചിദാനന്ദപുരി. ഇനി ദീപാരാധനയാണ്. അതിനായി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം. ആരതി തൊഴുത് മടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രാതസ്മരാമി കിരീടമണിഹാരധാരി ശ്രീനാഗരാജ പരമോന്നത ദിവ്യമൂർത്തി ഹസ്തം വരാഭയാനുഗ്രഹ മുദ്രിതാഭം ശ്രീനാഗയക്ഷിതനു വിഭൂഷിത പാർശ്വഭാ